കർത്താവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. മകനേ മകളേ നീ മാന്യനായിടുവാൻ കാൽവരിയിൽ നിനക്കായി തകർന്നിടുന്നു. കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകളേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. ഇതൊക്കെ ഈശോയ്ക്ക് കൊടുക്കുക. നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ എന്നാ പറ്റുമോ? നമ്മൾ ദൈവതിരുസന്നിധിയിൽ സമ്പന്നനാകും, ഇല്ലേ? പണ്ടുകാലം ദൈവതിരുസന്നിധിയിൽ സമ്പത്ത് ശേഖരിക്കുന്ന കാലമാണ്. അതാണ് കർത്താവ് പറയുന്നത്, ദൈവതിരുസന്നിധി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നവൻ്റെ സ്ഥിതി എന്ന് പറയത്തില്ലേ? 12:21 ലുക്കായുടെ വിശുദ്ധ ലുക്കായുടെ സുവിശേഷം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്താ? ദൈവതിരുസന്നിധിയിൽ എന്താണ്? ദൈവം മൂല്യം കൊടുക്കുന്ന കാര്യങ്ങൾ. അതാണ് ദൈവതിരുസന്നിധിയിലെ സമ്പത്ത്. ദൈവം എന്തിനാ മൂല്യം കൊടുക്കണത്? ദൈവത്തിന് ശരീരമില്ലല്ലോ, ശരീരത്തിലെ വേദനയില്ലല്ലോ. അപ്പം ദൈവത്തിൻ്റെ ഇല്ലായ്മ ആണ് ശരീരം എടുക്കുന്നതിന് ഈശോയ്ക്ക് പ്രേരണ ആയത്. അതാണ് പ്രശ്നം. ദൈവത്തിന് ഇല്ലാത്ത കാര്യം എന്നാ? ദൈവം ആത്മാവല്ലേ? 4:24 യോഹന്നാൻ. അതുകൊണ്ട് ആത്മാവിന് വേദന ഉണ്ടാകത്തില്ലല്ലോ. അതുകൊണ്ടാണ് ദൈവം ശരീരം എടുക്കേണ്ടി വന്നത്. ശരീരം മാത്രമല്ല, റോമ 8:3 എന്താ പറയണത്? റോമ 8:3 എന്നാ പറയണത്? അവൻ പാപത്തിന് ശരീരത്തിന് ശിക്ഷ വിധിച്ചു എന്ന് പറഞ്ഞേ. അവൻ പാപത്തിന് ശരീരത്തിന് ശിക്ഷ വിധിച്ചു. ആ ശിക്ഷ സ്വയം മേടിച്ചതാ. അപ്പം ഇടയ്ക്ക് നമ്മളൊരു ശിക്ഷ സ്വയം മേടിക്കണത് നല്ലതാ. നോൻപ് കാലം എന്ന് പറയണതേ ശിക്ഷ മേടിക്കണ കാലമാ. ആരുടെ പേരില്ലേ? കർത്താവിൻ്റെ പേരില്ലേ? കർത്താവിൻ്റെ പേരിൽ നിനക്കിപ്പോൾ ശിക്ഷ പലരും നീ മേടിക്കണുണ്ട്, ഇല്ലേ? അയൽവാസികളുടെ ശിക്ഷ മേടിക്കുന്നുണ്ട് ചില ആൾക്കാർ. വഴിവിടത്തിലല്ലോ. ഒരപ്പച്ചൻ ഇന്നാൾ സാക്ഷ്യം പറഞ്ഞ് എന്നാ പറഞ്ഞെന്നറിയാവോ? എൻ്റെ അച്ഛാ ഉടമ്പടി എടുത്തിട്ട് 2 കൊല്ലമായി. അച്ഛൻ പറഞ്ഞത് 2-3 കൊല്ലം എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ 2 കൊല്ലമായപ്പോൾ ഇത് വഴിയില്ല. അങ്ങർക്ക് ആ വീട്ടിലോട്ട് വരാൻ വഴിയില്ല. വഴി ഇടണില്ലാത്തതല്ല പ്രശ്നം, ഉള്ള വഴിയിൽ കുപ്പിച്ചിലൊക്കെ ഇട്ടിരിക്കുകയാണ്. കൈത പോലെ അയൽവാസികൾ ചെയ്ത പരിപാടിയാ. അതുകൊണ്ട് നടക്കാനും പറ്റണില്ല. അങ്ങനെ എടുക്കാൻ കാര്യം, കുപ്പിച്ചിലിടാൻ കാര്യം എന്താണെന്ന് അറിയാവോ? അവരൊരു ബൈക്ക് എടുത്തു. അവിടുത്തെ വീട്ടിലെ മോൻ ഒരു ബൈക്ക് എടുത്തു. അപ്പോൾ ബൈക്ക് ഇവർ കൊടുത്ത ഈ ഇടുക്ക് വഴിയിലൂടെ കൊണ്ടുവരുമ്പോൾ ഹാൻഡിൽ 2 വീഡിയോയിൽ മുട്ടും. അപ്പോൾ അവരെന്ത് ചെയ്ത്, അവർ ബൈക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി, ബൈക്ക് അകത്തോട്ട് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി അവിടെ കുപ്പിച്ചില്ലിട്ട്. അപ്പോഴാണ് അയാൾ അങ്ങനെ ഉടമ്പടി ചെയ്തത്. അപ്പോൾ ഉടമ്പടി ചെയ്തപ്പോഴും അവരുടെ സ്ഥലമാണ്, ആ വീട്ടുകാരുടെ, ഇവരുടെ സ്ഥലമല്ല, അവരുടെ സ്ഥലമാണ്. അവർ നടക്കാനൊരു അനുവാദം കൊടുത്തതാണ് വിഷയം. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ആധികാരികമായിട്ട് കുപ്പിച്ചിലൊക്കെ എടുത്തിടുന്നത്. അവർക്ക് ക്രിസ്ത്യമായ സ്നേഹമില്ലാത്തതിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്യണത്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ദൈവസ്നേഹം കുറയുമ്പോൾ അങ്ങനെ ദൈവസ്നേഹം കുറഞ്ഞിരിക്കത്തില്ല, ലോകസ്നേഹം കൂടിക്കൊണ്ടിരിക്കും, പൈശാചിക സ്നേഹം കൂടും. നമുക്കിങ്ങനെ ദൈവസ്നേഹം കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. ദൈവസ്നേഹം കുറഞ്ഞാൽ ഉടനെ പൈശാചിക സ്നേഹം കൂടും. ഇപ്പം ആ കുപ്പിച്ചിൽ കൊണ്ടൊന്നിട്ട് എന്താണ്? അവർക്ക് ദൈവസ്നേഹം ഇല്ലാത്ത കൊണ്ട് മാത്രമല്ല, പൈശാചിക സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ്. എന്താ അച്ഛൻ അങ്ങനെ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ
വരുന്നത് അല്ലേ? യോഹന്നാൻ 10:10. അപ്പം കൊല്ലുകയോ നശിപ്പിക്കുകയോ ചെയ്യണത് ഇപ്പം സൽപ്പേരായാലും ഉപ്പുചെല്ലി വെച്ച് നമ്മുടെ കാല് മുറിച്ചാലും നശിപ്പിക്കുന്ന പരിപാടിയല്ലേ? അതെന്താണ്? കള്ളൻ്റെ പരിപാടിയാണ്. ആരുടേതാണ്? സാത്താൻ്റെ പരിപാടിയാണ്. അപ്പം ദൈവസ്നേഹം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവസ്നേഹം കുറഞ്ഞു എന്ന് മാത്രമല്ല പ്രശ്നം. എന്താണ്? പൈശാചിക സ്നേഹം കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഉടമ്പടി കുറേ നിബന്ധനകളുള്ളത്. എന്താ നിബന്ധനകളുള്ളത്? ഉടമ്പടി ഇപ്പം ഈശോ തന്നെ ഒരു ഉടമ്പടി ചെയ്തില്ലേ? ഈശോ എന്നാ ഉടമ്പടി ചെയ്തത്? ഒരു പുതിയ ഉടമ്പടി ചെയ്ത് ഇല്ലേ? ഈശോൻ്റെ പുതിയ ഉടമ്പടിയുടെ പേരെന്നാ? പരിശുദ്ധ കുർബാന. പക്ഷേ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ്, ആ ഉടമ്പടിക്ക് മുമ്പ് നിബന്ധന വെച്ചിട്ടുണ്ട് ഈശോ. എബ്രാഹത്തിൻ്റെ ഉടമ്പടിക്ക് ഒരു നിബന്ധന ഉണ്ടായിരുന്നു. നീ എൻ്റെ മുമ്പാകെ നടന്ന് വിശുദ്ധി പ്രാപിക്കാൻ ആദ്യം പറയും. അത് കഴിഞ്ഞിട്ടാണ് വാഗ്ദാന പ്രകാരം സന്താനവും സ്ഥലവും കൊടുക്കുന്നത്. മോസസിൻ്റെ ഉടമ്പടിക്ക് ഒരു നിബന്ധന ഉണ്ടായിരുന്നു. എന്താണ്? ഒരു നിബന്ധന അല്ല, 10 നിബന്ധന. എന്താണ്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവരുത്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം അല്ലേ? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, കൊല്ലരുത്, വിചാരം ചെയ്യരുത്, അങ്ങനെ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. അങ്ങനെ 10 നിബന്ധനയാണ് വെച്ചിരിക്കുന്നത്. എന്താ? അതുകൊണ്ട് നേരിട്ട് ടാസ്ക് ആൻഡ് ടാർഗറ്റ് ഹെവിയാണ്. കാര്യം എന്താണ്? വാഗ്ദാനം നാട് ഒരു രാജ്യം മേടിക്കേണ്ടതാണ്. ഒരു ദേശം കിട്ടിയാൽ പോരാ. എബ്രാഹത്തിനൊരു ദേശം കിട്ടിയാൽ മതിയായിരുന്നു. മോസസിന് 12 ഗോത്രങ്ങൾ കുടിയിരിക്കാൻ വേണ്ടി ഒരു രാജ്യം കിട്ടണം. പിന്നെ എന്താ? കുറേ പ്രശ്നങ്ങൾ. ജെറിക്കോ പൊടിക്കണം, ജോർദാൻ വറ്റിക്കണം. അപ്പം അതുകൊണ്ട് നിബന്ധന കൂടും. മക്കളെ, എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ടാർഗറ്റുകൾ കവർ ചെയ്യണില്ല എന്ന് കണ്ടാൽ നിങ്ങൾ നിബന്ധനയോട് കാർക്കശ്യപ്പെട്ടാൽ മാത്രം മതി. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ OIT എഴുതി, നമ്മൾ ഉടമ്പടി എടുത്തിട്ടും ഇപ്പോൾ 90% പേരും OIT IELTS എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം OIT പരീക്ഷ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആർക്കെങ്കിലും അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടും ഇപ്പം നേരത്തെ റൈറ്റിങ്ങും റീഡിങ്ങും പോയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഹിയറിങ് പോയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചില്ലേ? നീ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചില്ലേ? ഇപ്പം വേറെ ഒരു സബ്ജക്റ്റാണല്ലോ, മൊഡ്യൂളാണല്ലോ പോയത്. ഇപ്പം എന്നാ ചെയ്യുമെന്ന് വിചാരിച്ചാൽ മക്കൾ ഒന്നും ചെയ്യണ്ട. ബി കറേജിയസ്. നിങ്ങൾ നിബന്ധന ഒന്നൊരു കർക്കശമാക്കണം. വേറെ കണ്ട ഒരു നിബന്ധന കൂടി, അതായത് 1-2 പാപം കൂടി നോക്കിയിട്ട് അതിൻ്റെ കൂടെ അങ്ങോട്ട് വെറുത്ത് ഉപേക്ഷിച്ചേക്കണം. വേറെ പ്രശ്നമൊന്നുമില്ല. കാര്യം ടാസ്ക് വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്കറിയാവില്ല, എല്ലാവർക്കും ഒരു ബുദ്ധി അല്ലല്ലോ, ആണോ? എനിക്കൊക്കെ ഇടയ്ക്ക് ഓർമ്മശക്തി കുറവാണ്, സത്യം പറയേ. പിന്നെ കർത്താവ് ഉള്ളതുകൊണ്ട് ജീവിച്ചു പോണതാണ്. അത്ര ഓർമ്മയില്ല, വചനമൊക്കെ മറന്നു പോകും. അപ്പം അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പരിമിതികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പരിമിതിയെ നമ്മൾ കവർ ചെയ്യണത് വചനാധിഷ്ഠിതമായ വിശുദ്ധി കൊണ്ടാണ്. അതാണ് ഉടമ്പടിയുടെ ആത്മാവെന്ന് പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു സ്ഥലം വിറ്റ് മാറണമെന്ന് വിചാരിച്ചോ? അപ്പം നീ അതിനു വേണ്ടി കുടി നിരത്തി. അപ്പം നീ കുറച്ച് കർത്താവിന് നിൻ്റെ കുറച്ച് സൗകര്യങ്ങൾ, ശീലങ്ങൾ കർത്താവിന് കൊടുത്തു. എന്നിട്ടും ആ സ്ഥലം വിറ്റ് മാറുന്നില്ലെങ്കിൽ നീ പുകവരി കൂടി നിർത്തിയേക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം നമ്മൾ വിശുദ്ധീകരിക്കും തോറും നമ്മൾ ദൈവത്തിന് നമ്മളെ ശക്തീകരിക്കാൻ എളുപ്പമാണ്. നമ്മൾ വിശുദ്ധീകരിക്കും തോറും ദൈവത്തിന് നമ്മളെ ശക്തീകരിക്കാൻ എളുപ്പം. ഇപ്പം നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ കിട്ടിയില്ല, OIT ആകാം, IELTS ആകാം, MOH ആകാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം അതുകൊണ്ട് നീ വിഷമിക്കരുത്. നീ പറയണം, ഞാൻ കുറച്ചുകൂടി വിശുദ്ധീകരിച്ചിട്ട് വീണ്ടും കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. ഒന്ന് പറഞ്ഞ്, ഞാൻ കുറച്ചുകൂടി വിശുദ്ധീകരിച്ചിട്ട് എൻ്റെ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. സക്കേവൂസ് എടുത്ത എന്നാ? അദ്ദേഹം ഒരു തീരുമാനമാണ് എടുത്തത്. എന്താ പറഞ്ഞത്? ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലേ? അങ്ങനെ പറഞ്ഞില്ലേ? 4 ഇരട്ടിയായി തിരിച്ച് കൊടുക്കുന്നു. അതാ തിരിച്ച് കൊടുക്കുന്നു. തീരുമാനമല്ലേ അത്?
എപ്പോഴും നമ്മൾ ഉടമ്പടി രക്ഷപ്പെടുന്നത് ഉടമ്പടി ദൈവത്തെ ഇപ്പം പുറപ്പാട് 3-ാം അധ്യായത്തിലെ സീനായി മലമുകളിൽ കത്തി എരിയുമ്പോൾ മുൾപ്പടർപ്പുകളെ എരിഞ്ഞ് ചാമ്പലാകാതിരിക്കുമ്പോൾ ദൈവം മോസസിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? ഫിലിസ്ത്യര്, ജബുസ്യര്, പെരിസ്യര് എല്ലാം കീഴടക്കിയിരിക്കുന്ന ദേശം എൻ്റെ ജനങ്ങൾക്ക് ഞാൻ നൽകും. അതിനു വേണ്ടിയാണ് ഞാൻ ഫറവോയുടെ അടിമത്തത്തിൽ നിങ്ങളെ വിടുവിക്കാൻ വേണ്ടിയാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പം ഉടമ്പടി ദൈവത്തിൻ്റെ ഇറക്കമാണ്. നിൻ്റെ ജീവിത അവസ്ഥകളിലേക്ക്, നിൻ്റെ അടിമത്തങ്ങളിലേക്ക്, നിൻ്റെ പാപ അവസ്ഥയിലേക്ക് നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള നിന്റെ സ്നേഹദൈവത്തിൻ്റെ ഇറക്കത്തിന് സഹായിക്കുന്ന ഉടമ്പടി. കൈ അടിച്ചു കിടത്താണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടി എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. നിബന്ധനകളെ യോഗ്യം പാലിച്ച് വിശുദ്ധി പ്രാപിക്കാൻ ഇറങ്ങി വരുന്ന ദൈവത്തെ ഹൃദയപൂർവ്വം ദൈവത്തോട് ജീവിക്കാൻ ശക്തി തരണമേ. കരങ്ങൾ വീശിക്കൊണ്ട്, കൈകൾ വീശി ആവേ മരിയ, ആവേ 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 മരിയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ ഈ പരിശുദ്ധമായ അൾത്താരയിൽ ഉപാസന മാതാവും തിരുക്കുമാരനും തന്ന എല്ലാ അനുഗ്രഹത്തിനും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 നവംബർ 17-നാണ്. അന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച കാര്യമായിരുന്നു. ഇതെൻ്റെ മമ്മിയാണ്. എൻ്റെ പേര് അനുഷ, കർണാടകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മമ്മി ബീന. മമ്മി ഇസ്രായേലിന് പോകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് മമ്മി 15 വർഷമായിട്ട് ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവിടുന്ന് ഒരു 5 വർഷം മുമ്പ് മമ്മി ദുബായിക്ക് പോകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് സാധിച്ചില്ല. പിന്നെ 2023 ഓഗസ്റ്റിൽ മമ്മി അവിടുന്ന് ജോലി വിട്ടിട്ട് നാട്ടിൽ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് താമസിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ വന്നപ്പം മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം കിടപ്പുണ്ടായിരുന്നു, മമ്മിക്ക് പിന്നെ ഇസ്രായേലിൽ പോകണമെന്ന്. അങ്ങനെ കുറേ അടുത്ത് വിളിച്ച് ഏജൻറ്റുമാരെയൊക്കെ തിരക്കിയപ്പോൾ അവർ പറഞ്ഞു, ആദ്യം തന്നെ നമ്മളെ നിരാശപ്പെടുത്തുന്ന കാര്യമായിരുന്നു. കാരണം മമ്മിക്ക് അന്ന് 54 വയസ്സായിരുന്നു. അവിടെ പോകാനായിട്ടുള്ള മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 50 വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ വർക്ക് വിസ കിട്ടത്തുള്ളൂ എന്നായിരുന്നു. പക്ഷേ മമ്മിക്ക് ദൈവത്തിൽ ഭയങ്കര ചെറുപ്പം മുതലേ ഭയങ്കര ദൈവവിശ്വാസവും ഉള്ളത് കാരണം മമ്മി പറഞ്ഞു, എന്താണേലും ദൈവത്തിൽ വിശ്വസിച്ച് ഞാൻ അതിൻ്റെ ട്രെയിനിങ്ങിന് പോകുന്നു. അങ്ങനെ സെപ്റ്റംബർ മാസത്തിലെ ട്രെയിനിങ്ങിന് മമ്മി പോയി. അപ്പോഴും മനസ്സിലായത് മമ്മിക്ക് നഴ്സിങ്ങിൻ്റെതായ യാതൊരു ക്വാളിഫിക്കേഷനോ അതിൻ്റെതായ എക്സ്പീരിയൻസോ ഒന്നുമില്ല. മമ്മി 15 വർഷം ദുബായിൽ കെയർ ഗിവറായിട്ട് ജോലി ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാത്രമേ മമ്മിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ദുബായിൽ നിന്ന് വരുമ്പോൾ അവിടുത്തെ PCC ആയിട്ടാണ് വന്നത്. പാസ്പോർട്ട് വരെ ചേഞ്ച് ചെയ്യേണ്ടി വന്നു പല കാരണങ്ങൾ കൊണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് യാതൊരു സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. അവർ ഏജൻറ്റുമാരെല്ലാം പറഞ്ഞു, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള 10, 15, 20 വർഷം ജോലി ചെയ്ത നഴ്സിങ്ങിൻ്റെ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തന്നെ കിട്ടുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ സമയവും പൈസയും നിങ്ങൾ വേസ്റ്റ് ആക്കണ്ട എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ മമ്മി ദൈവത്തിൽ പ്രത്യാശ വെച്ചിട്ട് അവിടെ പോയി. വന്നു കഴിഞ്ഞിട്ട് പിന്നെയും എല്ലാം ഡിലേ ആവുന്നു, പറ്റുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ നേരത്തെ മുതൽ ഇവിടെ കൃപാസനം കേട്ടിട്ടുണ്ട്, കൃപാസനത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്, മാതാവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം കൂടെ കിട്ടിയപ്പോഴത്തേനും മമ്മി ഞാനും തീരുമാനിച്ച് ഇവിടെ വന്നു. മമ്മി അന്ന് ഉടമ്പടി എടുത്തില്ല, ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു മമ്മിക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്ന്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അതേ പിന്നെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയും കാരുണ്യ പ്രവർത്തികളും സത്യം പറഞ്ഞാൽ ഉടമ്പടി എടുത്തതിൽ പിന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ എന്താണ് ദൈവഹിതം, നമ്മുടെ ഉള്ളിൽ നമ്മൾ നടത്തേണ്ട ദൈവഹിതം എന്താണെന്ന് മനസ്സിലായത് കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് ചെയ്തു. ഫെബ്രുവരി 17-ന് മമ്മി ടിക്കറ്റ് വന്നു. മമ്മി ഇസ്രായേൽ മണ്ണിൽ കാലുകുത്തി. മമ്മി അതിനേക്കാൾ മുമ്പ് ആര് ചോദിക്കുമ്പോഴേ എന്തായി, ഇപ്പം ആരെങ്കിലും പരിചയമുള്ളവർ കാണുമ്പോൾ ചോദിക്കും, ബീന ചേച്ചി എന്തായി, ഇസ്രായേലിൽ പോകുന്ന കാര്യം എന്തായെന്ന് ചോദിക്കും. മമ്മി പറയും, എൻ്റെ ദൈവം എന്നെ അവിടെ നടത്തും, പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ എന്താണേലും ഇസ്രായേൽ മണ്ണിൽ കാലുകുത്തിയിരിക്കും എന്ന് പറയും.
അത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ എനിക്കും മനസ്സിലൊരു ഇതുണ്ട്, ദൈവമേ നടന്നു കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 2024 ഫെബ്രുവരി 17 മമ്മി അവിടെ കാലുകുത്തി. അതൊരു വലിയ അടയാളമായിരുന്നു. ഞാൻ ഇവിടുന്ന് കൃപാസനത്തിൽ ഉടമ്പടി വെച്ചേൻ ഒരു അടയാളമായിട്ട് ഞാൻ ചോദിച്ചായിരുന്നു. അതിനൊരു അടയാളമായിരുന്നു ഫെബ്രുവരി 17. കാരണം ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി വെക്കുന്നത് നവംബർ 17 90 ദിവസം പൂർത്തിയാവുന്നതിൻ്റെ അന്ന്. മമ്മീനേക്കാളും ഒരാഴ്ച മുമ്പ് ഇൻ്റർവ്യൂ പാസ്സായ ഒരു കൊച്ചു മമ്മിയുടെ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് ടിക്കറ്റ് കിട്ടിയതും സെയിം ഡേ ആയിരുന്നു. പക്ഷെ അവർക്ക് എത്യോപ്യ വഴിയായിരുന്നു. അവർ ബോംബെയിൽ നിന്ന് അവർ ഇസ്രായേലിൽ എത്തിയത് പിറ്റേ ദിവസമാണ്. 17 ഫ്ലൈറ്റ് കയറി 18 ആയിരുന്നു. മമ്മി ദുബായ് കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ മമ്മി കയറി അന്ന് തന്നെ വൈകിട്ട് 17 വൈകിട്ട് തന്നെ ഇസ്രായേൽ മണ്ണിൽ കാലുകുത്താനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മ വഴി ദൈവകുമാരൻ നടത്തി തന്നു. രണ്ടാമത്തെ എൻ്റെ ഒരു നിയോഗമായിരുന്നു. അത് എനിക്കൊരു 5 വർഷമായിട്ട് എനിക്ക് വയറിനൊരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇടവിട്ട് എനിക്ക് 3 C-സെക്ഷൻ ഡെലിവറി. എനിക്ക് 3 മക്കളാണ്, 3 C-സെക്ഷൻ ആയിരുന്നു. അപ്പോൾ അത് ഡെലിവറി കഴിഞ്ഞ പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വേദന വരുമായിരുന്നു. ഞാൻ അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് 2022 ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഹെർണിയയുടെ ഇതാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് എന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ക്യാൻസറിൻ്റെ രോഗം, അതിൻ്റെ മേജർ സർജറി ഒക്കെ ആയിട്ട് അതിൻ്റെ കീമോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. മക്കൾ ചെറുതായിരുന്നു. അപ്പോൾ എനിക്ക് ആ സമയം അപ്പം ഞാൻ അന്നും പ്രാർത്ഥിച്ചു. ഇതാക്കി 2023 ഇവിടെ വന്ന് ഉടമ്പടി വയ്ക്കുമ്പോൾ നിയോഗത്തിൽ വെച്ചു. എൻ്റെ മാതാവേ അങ്ങ് വിചാരിക്കും, ഞാൻ ഒരിക്കലും നിയോഗത്തിൽ വെച്ചില്ല. അത് അത്ഭുതകരമായിട്ട് അത് എനിക്ക് അപ്രത്യക്ഷമാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. അതൊരു സഹനമായിട്ട് എൻ്റെ ജീവിതത്തിൽ എത്ര നാൾ വേണേലും ഞാൻ കൊണ്ടു നടന്നോളൂ ആ വേദന. പക്ഷേ അപ്പോഴത്തേന് കുറേ പേര് എന്നെ പേടിപ്പിക്കുമായിരുന്നു. ആ ഹെർണിയ വെച്ചുകൊണ്ടിരുന്ന് അത് പിന്നെ ക്യാൻസർ ആവും, ഇല്ല കുടലിന് ഇൻഫെക്ഷൻ വന്നാൽ കുടൽ മുറിച്ച് മാറ്റേണ്ടി വരും, അത് വലിയൊരു ഇതാവും, ചെറുപ്പമാണ്, പ്രായം ചെറുതാണ്, ഓർക്കണം, ഇങ്ങനെയൊക്കെ എന്നെ പേടിപ്പിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മേ, ഇതൊരു സഹനമായിട്ട് ഞാൻ എത്ര നാൾ കൊണ്ടു നടക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്കത് എൻ്റെ ആരോഗ്യത്തെയോ എൻ്റെ ആയുസ്സിനെയോ ബാധിക്കാത്ത രീതിയിൽ അമ്മ പറയുന്ന സമയത്ത് എല്ലാം അത്ഭുതമായിട്ട് നമുക്ക് നടക്കണം എന്ന് പറയുന്നത് എനിക്കതിൽ ഇതില്ല. എൻ്റെ മാതാവ് ആ സമയത്ത് ഇടപെട്ട സർജറി ആണെങ്കിൽ സർജറി എനിക്ക് നടത്തി തരണമേ ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് 6 മാസത്തെ ഞാൻ 2023 പിന്നെയും പോയപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അവർ സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണം, മാക്സിമം 6 മാസം, അതിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോവും, നിങ്ങൾ ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ചാച്ചയ്ക്ക് ഹസ്ബൻഡിൻ്റെ പപ്പയ്ക്ക് തലയിൽ ബ്ലഡ് ക്ലോട്ട് ആവുകയും ഒരു സർജറി വേണ്ടി വന്നു. ആ സമയത്ത് എനിക്ക് പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഉടമ്പടി ഞാൻ 2024 ഒക്ടോബറിൽ ഇവിടെ ജപമാല റാലിക്ക് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. വരാൻ ഭയങ്കര ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വേദന. ആ സമയത്ത് ഞാൻ 24 ഉടമ്പടി പൊതുക്കാൻ വന്നപ്പോഴും ഞാൻ ഇവിടെ വന്നായിരുന്നു അച്ഛനെ കൊണ്ട് തലേ കൈവയ്പ്പിക്കാൻ. അപ്പോൾ പക്ഷേ അമ്മ കൂടെ ഉണ്ടായിരുന്ന കാരണം അമ്മയ്ക്ക് ക്യാൻസറോ, ഞാൻ ഉടമ്പടി എടുത്തതാണല്ലോ, മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ആരെങ്കിലും ഒരാൾ, ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ഉടമ്പടിയിൽ ഒരാൾക്ക് അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മേനെ അച്ഛൻ്റെ അടുത്ത്, അച്ഛന് ടോക്കൺ എടുത്ത് അമ്മേനെ തലേ കൈവച്ചു. ഞാൻ അപ്പോഴും വിശ്വസിച്ചു എൻ്റെ മാതാവിൻ്റെ കൂടെ കാണുന്നു. പിന്നെ മമ്മിക്ക് ഞാൻ ഉടമ്പടി 2ാമത് പുതുക്കിയ സമയത്ത് ജോസഫച്ചനെ സ്വപ്നത്തിൽ കാണുകയും ആ ജോസഫച്ചൻ കൈ പിടിക്കുന്ന കുരിശിൻ്റെ നടുക്കായിട്ട് 21 എന്നുള്ളൊരു നമ്പർ കാണപ്പെട്ടു. മമ്മി അപ്പോഴേ വിളിച്ച് എന്നോട് പറഞ്ഞു അത് 21 കാണുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല മോളെ. അപ്പോൾ കണ്ണടച്ച് മമ്മി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പിന്നെ ഒരു ചുമന്ന ഒരു തുണിയുടെ മേളിലാണേലും കറുത്ത അക്ഷരത്തിൽ ഇങ്ങനെ എടുത്ത് 21 കാണുമായിരുന്നു. അപ്പം എന്നോട് മമ്മി പറഞ്ഞു എന്താണെന്നറിയത്തില്ലെന്ന്. പിന്നെ പറഞ്ഞു അത് 21 ഡേറ്റും അല്ല, 21 ദിവസവും അല്ല, അത് 21 ആഴ്ചയാണെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കുവാന്ന്. കൃത്യം 21. മമ്മി അന്നേ പറഞ്ഞു സെപ്റ്റംബർ ലാസ്റ്റ് ഇല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കും, മാതാവ് ഇടപെട്ട് എന്തോ ഒരു അതും ഒരു അടയാളമായിരുന്നു. ഇപ്പോൾ എന്നോട് ഞാൻ ഈ സർജറിയുടെ കാര്യം ഇവിടെ സാക്ഷ്യത്തിന് എഴുതി കൊടുത്തപ്പോൾ അച്ഛനും ബ്രദറും എന്നോട് ചോദിച്ചു സർജറി ചെയ്ത് മാറുമ്പോൾ അതെങ്ങനെ മാതാവിൻ്റെ ഒരു അടയാളമായിട്ട് മോള് വിശ്വസിക്കുന്നേ, അത് സർജറി ചെയ്തല്ലേ മാറിയെന്ന്. പക്ഷേ അതിനും മാതാവിൻ്റെ ഒരു ഇതായിരുന്നു, അടയാളമായിരുന്നു മമ്മിയിലൂടെ ആ 21 എന്നുള്ളൊരു അക്കം കാണിച്ചത്. അങ്ങനെ സർജറി നടന്നു. ഒരു ബുദ്ധിമുട്ടും വീട്ടുകാർക്കോ മക്കൾക്കോ ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത ദസറ ഹോളിഡേയ്സ് 10 ദിവസം ഉള്ള സമയത്തായിരുന്നു അത്. അമ്മയും ആ സമയത്ത് റിക്കവർ ആയിരുന്നു. വീട്ടിൽ അമ്മയും വലിയ പ്രശ്നമില്ലാതെ ആ കാര്യങ്ങളൊക്കെ നടന്നു പോയി. 3ാമത്തെ കാര്യമായിരുന്നു ഞാനൊരു ചെറിയ കടയാണ് നടത്തുന്ന, ബിസിനസ്സാണ്. അപ്പോൾ 2 റൂമിലായിട്ടാണ് ബിസിനസ്സിൻ്റെ സാധനങ്ങൾ. ഒരു റൂമിൽ തുണിയും മറ്റേ റൂമിൽ
ചെരുപ്പും ഫാൻസി അങ്ങനെ ഐറ്റമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ സന്ധ്യാസമയം കട അടയ്ക്കുന്ന സമയം 7:30 സമയമായിരുന്നു. കട അടച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് പോകണം എനിക്ക് വീട്ടിലെ അത്താഴത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെ ധൃതി വെച്ച് എല്ലാം ചെയ്യുന്ന സമയത്ത് ചെരുപ്പ് വാങ്ങിക്കാൻ ആൾ വന്നു. അപ്പുറത്ത് ചെരുപ്പ് എടുത്തു കൊടുത്തിട്ട് ഞാൻ തിരിച്ച് ഇപ്പുറത്തെ കടയിൽ ക്യാഷ് ടേബിളിൻ്റെ അവിടെ ഞാൻ ഇരിക്കുന്ന കസാരയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ വരാനും ഒരു വിഷമുള്ള ഒരു പാമ്പ്, വലിയതല്ല ചെറുതാണ്, എന്നാലും ആ വിഷമുള്ള ഒരു പാമ്പ് എഴഞ്ഞ് എൻ്റെ കസാരയുടെ അടിയിലോട്ട് പോകുന്നത് ഞാൻ കണ്ടു. ഒരു 10 സെക്കൻഡ് ഞാൻ താമസിച്ച് വന്നെങ്കിലും ഞാൻ അതിനെ കാണത്തില്ലായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പേടിച്ചെങ്കിലും ഞാൻ പുറത്തിറങ്ങി. നേരെ ഓപ്പോസിറ്റാണ് ചാച്ചിക്ക് കടയുണ്ട്. ആ കടയിലൊരു സ്റ്റാഫുണ്ട്. ചെറുക്കനെ ഞാൻ ഓടിപ്പോയി വിളിച്ചു, ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അവന് സെക്കൻഡുകൾക്കുള്ളിൽ അവൻ ഓടി വന്നു. പക്ഷേ ഈ സാധനത്തിനെ കാണുന്നില്ല. ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് ആ സ്ഥലവും ഞാൻ അത് ഇവിടെ പറയാൻ കാരണം, ആ സ്ഥലവും ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും മുട്ടുകുത്തി ജപമാല ചൊല്ലുന്ന സ്ഥലമായിരുന്നു. ഞാൻ കസേരയുടെ സൈഡിലായിട്ട് നിന്ന് അതിൻ്റെ തൊട്ടുമേളിൽ കൃപാസന മാതാവിൻ്റെ തൈലം, ഉപ്പ്, മാതാവിൻ്റെ രൂപം എല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ കണ്ടപ്പോഴത്തേനും പേടിച്ചെങ്കിൽ ഈ പാമ്പിനെ പിന്നെ കാണുന്നില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലോർത്തു, ദൈവമേ അതിനെ അതിൻ്റെ ഇടയ്ക്ക് എവിടെയില്ലെങ്കിൽ ഫുള്ള് ബോക്സുകളും ഇന്നേഴ്സിൻ്റെയും അങ്ങനെ എല്ലാ ബോക്സുകളും അടുക്കി വെച്ചേക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എവിടെ കയറിപ്പോയാലും രാത്രി സമയത്ത് ഞാൻ എന്ത് ചെയ്യും? കട ഫുള്ള് എടുത്തിട്ട് ഇതാക്കിയാലും നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയല്ല. ഈ ദായം കൊണ്ട് എതിലേ പോകുമെന്ന് അറിയാൻ പറ്റിയല്ല. അപ്പോൾ ഇതിനെ കാണുന്നുമില്ല. പക്ഷെ ഞാൻ അതിനേക്കാളും മുമ്പ് ഒരു സാധനം എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമറിന് ഞാനൊരു ഹാൻഡ് കവർ എടുത്തപ്പോൾ ബൈ മിസ്സായിട്ട് ഇനിയൊരു ഹാൻഡ് കവർ താഴെ വീണായിരുന്നു. അത് എൻ്റെ കസേരയുടെ അടിയിൽ പോയി ആ ഹാൻഡ് കവർ വീണ കാരണം അതിൻ്റെ അടിയിൽ ഇത് പോയി ചുരുണ്ടിരുന്നു. ഏത് ബോക്സിൻ്റെ ഇടയ്ക്കും കയറിയില്ല, ഒന്നുമില്ല. ഇവൻ ആ കവർ മാറ്റിയ ഉടനെ അവിടെ ഉണ്ടായിരുന്നു. ഇവൻ ഒരു ചെറിയൊരു കമ്പ് മാത്രമേ ഇവൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അവൻ അതേ പിടിക്കാനും ആ കമ്പയിലേക്ക് ഈ പാമ്പങ്ങ് ചുറ്റി ഈസി ആയിട്ട് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. ഞാൻ അപ്പോഴും അവിടെ ഒച്ചയില്ല. അവനൊരു ഹിന്ദു ആയിരുന്നു ആ സ്റ്റാഫ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഉറക്കം, എൻ്റെ കൃപാസനം മാതാവേ എൻ്റെ കണ്ണിൽ കാണിച്ച് തന്നെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു പ്രശ്നവും വരാതെ പെട്ടെന്ന് തന്നെ അതിനെ ഒന്ന് പുറത്തെടുക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിന് ഫലമായിട്ട് ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. അതിനെ പുറത്ത് കൊണ്ടുപോയി. അവിടെ അപ്പുറത്ത് കടകളൊക്കെ ഉണ്ട്, ബേക്കറിയിലൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഭയങ്കര അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ നിങ്ങളുടെ കണ്ണിൽ പെട്ടു? നിങ്ങളുടെ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് കടിച്ചാൽ മതിയായിരുന്നു, നിങ്ങളുടെ അപ്പം തന്നെ ഇതായിപ്പോയി എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മാതാവിനോട് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഞാൻ പത്രം കൊണ്ടുവന്ന് പത്രം എല്ലാം കടയിൽ വരുന്ന, ഞാനത് ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ വേറെ ഏത് ജാതിക്കാരോ ഒന്നും നോക്കത്തില്ല. ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ ഇവിടെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഞാൻ പറഞ്ഞു തന്നെ ഞാൻ ഓരോ പത്രങ്ങൾ കൊടുക്കും. അതല്ലാതെ ഞാൻ വചനം ഇരുന്ന് എഴുതും. അച്ഛൻ്റെ ധ്യാനം എല്ലാ ധ്യാനങ്ങളും കേൾക്കാറുണ്ട്. കടയിൽ എനിക്ക് അങ്ങനെ ഇഷ്ടംപോലെ സമയം കിട്ടാറുണ്ട്. അപ്പം ഞാൻ ആ ധ്യാനങ്ങൾ കേൾക്കും. ആ ധ്യാനത്തിൽ വരുന്ന എനിക്ക് 2 ദിവസമൊക്കെ എടുത്തിട്ടാണ് ധ്യാനം കേട്ട് തീർക്കുന്നത്. കാരണം അതിനകത്ത് വരുന്ന എല്ലാ വചനങ്ങളും ഞാൻ എഴുതിയെടുക്കും. ഇപ്പം തന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലെ വചനങ്ങൾ തന്നെ 600ഓളം ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അച്ഛൻ പറയുന്ന വചനങ്ങൾ. അങ്ങനെ വചനം എഴുതുമ്പോൾ ഓരോരുത്തർ കയറി വരും, എന്നെ പഠിക്കുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പം ഞാൻ പറയില്ല, ഇത് വചനം എഴുതുവാണ്. അപ്പം ആ പ്രവൃത്തിയിലൂടെ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളാണേലും ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടി ഞാൻ ചെയ്യുന്നതാണ് കാരുണ്യ പ്രവർത്തികൾ. അത് ഇവിടെ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ്. കാരണം അച്ഛൻ എപ്പോഴും പറയും, നമ്മുടെ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് അത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന്. അതെനിക്ക് മനസ്സിലായത് ഇവിടെ വന്നേ. പിന്നെ ഇല്ലെങ്കിൽ ഞാൻ എന്നാന്നറിയും, ഒരാൾ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിചാരിക്കും, ഓ അവരെ സാരമില്ല പോട്ടെ ഇങ്ങനെ പറഞ്ഞു. അത് വചനം പറഞ്ഞ അച്ഛൻ ഇവിടെ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത് അതല്ല അവർക്ക് വേണ്ടിയത്. നമ്മളാൽ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന്. അതേ പിന്നെ എൻ്റെ സമയത്തിന് ഞാൻ വില കൊടുക്കാറില്ല. 10 രൂപയുടെ സാധനം മേടിക്കാൻ വരുന്ന ആളാണെങ്കിലും ഞാൻ അവരോട് ഒരു 1/2 മണിക്കൂർ എടുത്തിട്ടാണെങ്കിലും ഞാൻ അവരെ ഏതൊക്കെ രീതിയിൽ എനിക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുമോ അത്രയും ഞാൻ ആശ്വസിപ്പിച്ച് വിടാറുണ്ട്. അതിനു മുമ്പ് ഞാൻ ലാഭം നോക്കുമായിരുന്നു, എനിക്ക് ഇത്ര ചെയ്താൽ ഇത്ര ലാഭം കിട്ടുമായിരിക്കുന്നു. പക്ഷേ അതേ പിന്നെ ഞാൻ ലാഭം നോക്കാറില്ല. എനിക്ക് നഷ്ടമാകാത്ത രീതിയിൽ ഞാൻ കച്ചവടം ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം എനിക്ക് ഈ കൃപാസനത്തിൽ വന്നതിൽ പിന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ഇതിന് ഒരുപാട് നന്ദി പറയുന്നു.